Dear students, നീറ്റ് 2020 രണ്ടാമത്തെ എക്സാമിൻ്റെ 156 മുതൽ 180 വരെയുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കാര്യം ശ്രദ്ധിക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് the question number 156. The acceleration of an electron due to the mutual attraction between the electron and a proton when they are 1.6 angstrom apart is. The mass of electron and the electronic charge are given here. So ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. So we can just write the relation as F is equal to 1 by 4 pi epsilon 0 Q1 Q2, the charge of electron into the charge of proton, the division by the separation square. നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 1 by 4 pi epsilon 0 എന്ന് പറയുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 9 into 10 to the power of 9 into ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ സെയിം. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് അതിനെ 1.6 into 10 to the power of -19 into 1.6 into 10 to the power of -19, that division by അവ തമ്മിലുള്ള സെപ്പറേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് 1.6 ആംസ്ട്രോങ് യൂണിറ്റ് ആണ്. സോ 1 ആംസ്ട്രോങ് into 10 to the power of -10, so that much square. അപ്പോൾ അതിൽ തന്നെ ഈ 1.6ൻ്റെ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി ആസ് 9 into 10 to the power of 9 into 10 to the power of -19, 10 to the power of -19, the division by 10 to the power of -20. സോ നമുക്ക് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ അവ തമ്മിൽ ഇലക്ട്രോണും പ്രോട്ടോണും ആകുമ്പോൾ attractive concept ആണ്. There is a minus sign, so you get the value that is equal to 9 into, so this -20 ഈ -90 cancel ആക്കുക, 10 raised to -1 is there. So അത് ഇവിടെ നിന്ന് നമുക്ക് മേപ്പോട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ it becomes 10 raised to +1, so 18. അതിൽ നിന്ന് 9 കൂടെ നമുക്ക് കളഞ്ഞാൽ we get the value as 10 to the power of -9. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ന്യൂട്ടൻ്റെ രണ്ടാം നിയമപ്രകാരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് as m into a. സോ a is equal to the force, the division by the mass of electron. സോ ഈക്വൽ ടു ഫോഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന 9 into 10 to the power of -9 by, we have to substitute the mass of electron as 9 into 10 to the power of -31. So you get the value as 10 to the power of 22, that much meter per second square. So you get the answer as third choice. Look the question number 57. The wave nature of electrons was experimentally verified by, through the Davidson and German experiment. Number 158. Two solid conductors are made up of, so it is given, the same material, have same length and same resistance. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. One of them has a circular cross section of area A1 and the other one has square cross sectional area of A2. സോ ആദ്യത്തതിന് ഒരു സർക്കുലർ ക്രോസ് സെക്ഷനും രണ്ടാമത്തതിന് ഒരു സ്ക്വയർ ക്രോസ് സെക്ഷനുമാണ്. ദ റേഷ്യോ ഓഫ് A1 by A2, ഇതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം തന്നിരിക്കുന്നത് സെയിം റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം രണ്ടെണ്ണത്തിൻ്റെയും റെസിസ്റ്റൻസ് വി ക്യാൻ റൈറ്റ് ടു ബി R1 = R2. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് പറയാം റോ 1 L1 ഡിവിഷൻ ബൈ A1 it should be equal to as റോ 2 L2 ഡിവിഷൻ ബൈ A2. പക്ഷേ ഇവിടെ സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയലിനും സെയിം ആയിരിക്കും. സോ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകാം. സെയിം ലെങ്ത് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ഈസിയോടെ പറയാം A1 എന്ന് പറയുന്നത് A2വിന് സമമായിരിക്കും. അപ്പോൾ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ദ സെക്കൻഡ് ഓപ്ഷൻ. And 159. It is given for the circuit given below, the Kirchhoff's loop rule for the loop BCDEB. So we have it BCDEB. So we have to move like this one. So നമുക്കതിൻ്റെ ലൂപ്പ് റൂളിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം അത് സിഗ്മ I ഇൻറ്റു R എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ അതാണ് നമ്മുടെ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സോ ബിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ആസ് മൈനസ്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദാറ്റ് വാല്യൂ ആസ് ഈക്വൽ ടു മൈനസ് I2 ഇൻറ്റു R2. ദെൻ നമുക്ക് E2ലേക്ക് വന്നു. അവിടെ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് കൊടുത്തിരിക്കുക. സോ മൈനസ് E2. Then from lower potential to higher potential ആണ് E3യിൽ വരുന്നത്. So we can just substitute as E3. ഇനി അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ R1 എന്ന് പറയുന്ന കേസാണ്. സോ there we can substitute R3 കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നത് കൊണ്ട് we can substitute as R1 into I3. So that should be equal to 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ I2 R2 പ്ലസ് E2 മൈനസ് E3 മൈനസ് I3 R1. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ അങ്ങനെ നമുക്ക് ബേസ് ചെയ്താൽ യു ക്യാൻ ജസ്റ്റ് ടേക്ക് ദ ആൻസർ ആസ് ദ സെക്കൻഡ് ചോയ്സ്. അപ്പോൾ നമ്മുടെ കിർച്ചോഫ്സിൻ്റെ റൂൾ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കൺവെൻഷണൽ കൺസെപ്റ്റ് കറണ്ട് ഫ്ലോയുടെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് പൊട്ടൻഷ്യലായിട്ട് എടുക്കും. കാരണം ഇപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് മൂവ് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട്. അതോടൊപ്പം ഒരു EMF ആണ് വരുന്നതെങ്കിൽ ലോവർ ടു ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടും ഹയർ ടു ലോവർ പൊട്ടൻഷ്യലിലേക്ക് വരുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടും എടുക്കുമെന്നുള്ള കാര്യമുണ്ടെങ്കിൽ വി ഗെറ്റ് ദ ആൻസർ സോ ക്വിക്ക്ലി. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. 3 stars A, B, C have surface temperatures TA, TB, TC respectively. Star A appears bluish and star B appears reddish and star C yellowish. Then അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും കളറിൻ്റെ വേവ് ലെങ്തുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് A, B, C എന്നീ 3 സ്റ്റാറുകളുടെ കേസാണ്. അപ്പോൾ അവയുടെ ടെമ്പറേച്ചേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് TA, TB ആൻഡ് TC. അവയ്ക്ക് കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് ബ്ലൂയിഷ് ആണ്, B എന്ന് പറയുന്നത് റെഡിഷ് ആണ് ആൻഡ് C എന്ന് പറയുന്നത് യെല്ലോയിഷ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് we know the very important concept. Lambda m to t is a constant. വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ മാക്സിമം വേവ് ലെങ്ത് ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ലാംഡ എം ഈസ് പ്രപ്പോർഷണൽ ടു 1/t എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ അവിടെ കുറവായിരിക്കുമെന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ ഇവയുടെ വേവ് ലെങ്തുമായിട്ട് കണക്റ്റ് ആക്കാൻ നമുക്കറിയാം ആ വേവ് ലെങ്തിൻ്റെ ഓർഡർ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഇൻ ദ ഇൻക്രീസിങ് വേവ് ലെങ്തിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് വേവ് ജിയർ. അപ്പോൾ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ടെമ്പറേച്ചർ മിനിമം ആയിരിക്കും, വേവ് ലെങ്ത്
കൂടിയ ആൾക്ക് ടെമ്പറേച്ചർ മിനിമം ആകുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടെ പറയാൻ പറ്റുന്ന കാര്യം ടി ബിക്കായിരിക്കും നമുക്ക് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യെല്ലോയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ടി സി ആയിരിക്കും വരിക. അതിന് മുന്നേ വരുന്നത് ആരായിരിക്കും? നമ്മളുടെ ബ്ലൂയിഷ് ആയിരിക്കും എ. സോ ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ വി ഹാവ് ടു യൂസ് ഇറ്റ്. സോ ടി എ ഈസ് ഗ്രേറ്റർ ദാൻ ടി സി ഈസ് ഗ്രേറ്റർ ദാൻ ടി ബി. സോ ഫോർ 160 we can quote the answer as the fourth choice. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് see, we can move to the next one. A liquid does not wet the solid surface if angle of contact is. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് നമ്മൾ പലതരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോൺകേവ് മെനിസ്കസ് ഉള്ള ഒരു മെനിസ്കസ് ഉള്ള സർഫസ് എന്നിരിക്കട്ടെ. അതിന് പകരം ഇത് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് മെനിസ്കസ് ഇരിക്കുന്ന സർഫസ് ആയിക്കോട്ടെ. ഇതെന്ന് പറയുന്നത് ഒരു പക്ക പ്ലെയിൻ സർഫസ് ആണ്. നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സോളിഡ് സർഫസിലെ ലിക്വിഡ് സർഫസിലെയും ടാൻജൻറ്റുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഒരു അക്യൂട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് വാട്ടർ എന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇവിടെ വരുമ്പോൾ നോക്കൂ, ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഒപ്റ്റ്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നു. സോ ഹിയർ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ വാട്ടർ പറയുമ്പോൾ ഇതിന് നമുക്ക് മെർക്കുറി എന്ന് നമുക്ക് പറയാം. ഓർത്തിരിക്കുക, അക്യൂട്ട് ആംഗിളുകൾ വരുന്ന വാട്ടർ എന്ന് പറയുന്നത് സോളിഡിനെ വെറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ മെർക്കുറി ആണെന്ന് പറയുമ്പോൾ അത് അവിടെ വെറ്റിംഗ് പ്രോസസ്സ് നടക്കത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ നമുക്കൊരു സ്പെഷ്യലായിട്ട് പറയാം, വെറ്റിംഗ് ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നോട്ട് വെറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. സോ 3 is the answer. So we can move to the question number 162. A point mass m is moved in a vertical circle of radius r with the help of a string. The velocity of the mass is root 7 gr at the lowest point. The tension in the string at the lowest point is. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ പോയിൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു ബോബ് ഒരു സ്ട്രിങ്ങിലേക്ക് കെട്ടാം. ആൻഡ് സപ്പോസ് വി ആർ ഗിവിങ് ഒരു യു എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റി അവന് കൊടുത്തെന്നിരിക്കട്ടെ. ഒരു തീറ്റ ആങ്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ അവൻ്റെ ലൊക്കേഷൻ ഇവിടെയാണെന്നിരിക്കട്ടെ. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ the weight mg is acting vertically and that tension is acting along the radius towards the center. നമുക്ക് ആ എം ജിയെ 2 കമ്പണൻറ്റുകളായിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ വന്നു. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ ആയിട്ട് മാറി. ടാൻജൻഷ്യലായിട്ടുള്ള ഫോഴ്സായിട്ട് അവിടെ എം ജി സൈൻ തീറ്റ ആയും വന്നു. പക്ഷെ നമുക്ക് വേണ്ടത് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് അറ്റ് ദ ലോവസ്റ്റ് പോയിൻ്റ് ആണ്. വാട്ട് എവർ മേ ബി, നമുക്കറിയാം ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആകുമ്പോൾ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അപ്പോൾ ഏത് പോയിന്റിലെയും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ വെലോസിറ്റി വി ആണെങ്കിൽ എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ആയിട്ട് എടുക്കാം. അത് സപ്ലൈ ചെയ്യുന്നത് ടെൻഷനാണെന്നറിയാം. പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി എം ജി കോസ് തീറ്റ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ പ്ലസ് എം ടു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള വെലോസിറ്റിയാണ് വി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ടെൻഷൻ അറ്റ് ദ സ്ട്രിങ് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്. ലോവസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി നമുക്ക് റൂട്ട് 7gr എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോവസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിട്ട് മാറും? cos 0 1 ആവും. അപ്പോൾ നമുക്കത് എം ജി പ്ലസ് എം ബൈ ആർ ഇൻറ്റു ലോവസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി റൂട്ട് 7gr നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കത് 7gr ആയിട്ട് എടുക്കാം. ആർ ക്യാൻസൽ ആകാം. സോ യു ഗെറ്റ് ദ വാല്യൂ എം ജി പ്ലസ് 7mg. ഇറ്റ് ബിക്കംസ് 8 ടൈംസ് എം ജി. വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കൺസെപ്റ്റാണ്, ഓർക്കുക. We can move with the question number 163. An object
is placed on the principal axis of a concave mirror at a distance of 1.5 f. So a concave mirror is there. ഇതിൻ്റെ എഫ് ആണെന്നിരിക്കട്ടെ, ഇത് നമുക്ക് 2f ആണെന്നിരിക്കട്ടെ. സോ ഒരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു. സോ ദാറ്റ് ലൊക്കേഷൻ ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 1.5 f. ദ ഇമേജ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫോക്കസിനും ഡബിൾ എഫിനും ആകുമ്പോൾ ഉറപ്പിക്കാം നമുക്ക് ഡബിൾ എഫിന് അപ്പുറത്തേക്ക് ആൻസർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അതിൻ്റെ സൈൻ നെഗറ്റീവുമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ 1 ആയിരിക്കും. കാരണം നമുക്കറിയാം 1.5നേക്കാൾ അപ്പുറത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് -3f മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആ ആൻസർ എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ മിറർ ഇക്വേഷനിലേക്ക് ആദ്യം വരാം. സോ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ആസ് 1/u + 1/v = 1/f. അപ്പോൾ നമുക്ക് v ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് 1/f - 1/u ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ v എന്ന് പറയുന്നത് uf ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് u - f. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് u എന്ന് പറയുന്നത് -1.5f എന്ന് നമുക്ക് കൊടുക്കാം. അതോടൊപ്പം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആയതുകൊണ്ട് -f ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1.5f ഇൻറ്റു -f ദാറ്റ് ഡിവിഷൻ ബൈ -1.5f minus f. So that is equal to 1.5f into f division by, so -1.5f plus f. So we get the value as -0.5f. So where f cancel I mari. So here 1.5 by 0.5. So you get the value as -3f. So we get the answer as the first choice. Number 164. The half-life of a radioactive sample undergoing alpha decay is given as 1.4 into 10 to the power of 17 second. So T half that is given as is equal to 1.4 into 10 to the power of 17 second. The number of nuclei in the sample that is given as is equal to 2 into 10 to the power of 21. The activity of the sample is nearly. എന്തുമാത്രം ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു n. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഡ 0.693 ബൈ നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡ് ഇൻറ്റു n. So that is equal to 0.693 the division by t half. So that is given as 1.4 into 10 to the power of 17 into that n. N take the value. It is given as 2 into 10 to the power of 21. So roughly we get the value of the order of 1.386 ആണ് യഥാർത്ഥത്തിൽ that much. That division by 1.4 into roughly 10 to the power of 17, 21, it becomes 4. So roughly namukku parayam of the order of 10 to the power of 4. So we get 1 as the answer. See the question number 65. The critical angle for total internal reflection from a medium to vacuum is given as 45 degree. The velocity of light in the medium is. അപ്പോൾ നമുക്ക് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് 1/μ ആയിരിക്കും. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് mu ഈക്വൽ ടു 1/sin 45. sin 45 എന്ന് പറയുന്നത് 1/√2 ആയി മാറുന്നത് കൊണ്ട് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ √2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസി ആയ മെത്തേഡായി c/μ ആണ്. So 3 into 10 to the power of 8 division by that division by √2. So we get the answer as the second choice. Simple ആയിട്ടുള്ള question. Number 166. A wheel with 20 metallic spokes, each 1 meter long, is rotated with a speed of
So spokes are there. അപ്പോൾ അങ്ങനെ എത്ര സ്പോക്സ് ആണ് ഇവിടെ ഉള്ളത്? യെസ്, 20 spokes are there. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാണ് വിത്ത് ആൻ ആങ്കുലർ സ്പീഡ്. ഇറ്റ് ഈസ് ഗിവൺ വിത്ത് എ ഫ്രീക്വൻസി that is equal to 120 rotations per minute. So per second, that is we can just write it 120 by 60. Then in a plane perpendicular to the magnetic field, it is given as a 0.4 into Gauss. One Gauss take the value as a 10 to the power of -4. Yes, it is given. The induced EMF between the axle and the rim of the wheel will be. So the induced EMF we can easily find with the relation as a half B omega R square. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം in terms of a frequency we can substitute 2πf into R square. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We get the value as a 0.4 into 10 to the power of -4 into 2 pi into that frequency we already know as 120 by 60 into 1 square. So that is equal to, so that is a 2 to 2 cancel. The 60 becomes a 2. So 2 into 0.4 as a 0.8 into pi into 10 to the power of -4, 10 to the power of -4. So 0.8 into 3.14, you get the value as a 2.12 into 10 to the power of -4. So we get the answer as the first choice. Number 67. An ideal gas equation can be written as a P is equal to rho RT by M0, where rho and M0 are. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഐഡിയൽ ഗ്യാസ് റിലേഷൻ എന്ന് പറയുന്നത് പി വി is equal to NRT എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് N എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ മാസ് ഡിവിഷൻ ബൈ മോളിക്കുലർ മാസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു RD. So that is a very important one. So we can write it to be small m by V into capital M into RT. So എന്താണ് small m by V എന്ന് പറയുന്നത്? So that is nothing but equal to the density rho RT, that division by M. So here it is given as the molecular mass as M0. So ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ M0 എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് മോളാർ മാസ് ആണെന്നറിയാം. ആൻഡ് റോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ ഗെറ്റ് ദ ആൻസർ as that is third choice as the answer. Number 168. The variation of electrostatic potential with a radial distance r from the center of a positively charged metallic thin shell of radius r is given by the graph. The പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തിൻ ഷെൽ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ തിൻ ഷെല്ലാകുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് 0 എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഇൻസൈഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ ഒരു ഷെല്ലിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം K ഇൻറ്റു Q ഡിവിഷൻ ബൈ R. അപ്പോൾ V എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിട്ടുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് എ സെയിം ആസ് ദാറ്റ് ഓഫ് ദ സർഫസ്. ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മുടെ ചിന്തയെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് K ഇൻറ്റു Q ഡിവിഷൻ ബൈ സ്മോൾ r. അപ്പോൾ 3 സർഫസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള മാക്സിമം വാല്യൂസ് സംഭവിക്കുന്നത് ആ സർഫസിലെ വാല്യൂസ് ആയിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. മാക്സിമം തന്നെയാണ് സർഫസിൽ സംഭവിക്കുക, അത് തന്നെയായിരിക്കും ഇൻസൈഡ്. അത് കഴിഞ്ഞാൽ 1/r പ്രൊപ്പോർഷണൽ. So that is a very important concept. So we can quote that answer as the second choice. We can move with the next question, number 169. Which of the following gate is called the universal gate
അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗേറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ ഗേറ്റ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ഓറും നോട്ടും ആൻറ്റും ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്നുവെന്നാണ്. അപ്പോൾ അതിൽ സാധാരണ രൂപത്തിൽ നമ്മുടെ നോർ ഗേറ്റും നാൻഡ് ഗേറ്റ്, ഈ രണ്ട് ഗേറ്റ്സും ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം തന്നെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നോറിനെയും നാൻറ്റിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നുള്ള കൺസെപ്റ്റിൽ. സോ ഹിയർ വി കൻ സേ ദ തേർഡ് ചോയ്സ് ഇസ് ദി ആൻസർ for 169. See the 170. The PV diagram for an ideal gas in a piston cylinder assembly undergoing a thermodynamic process is shown in the figure. The process is. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ ആസ് വോളിയം ചേഞ്ച് ചെയ്ത് വരുമ്പോൾ കറസ്പോണ്ടിങ്ങിനായിട്ട് പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇറ്റ് ഈസ് ആൻ ഐസോബാറിക് പ്രോസസ്. 171. The power of a biconvex lens that is given as 10 diopter and the radius curvature of each surface is 10 cm. The refractive index of the material of the lens is. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ഒരു ഈക്വി കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഒരു ബൈ കോൺവെക്സ് ലെൻസ് എന്നുള്ള കൺസെപ്റ്റാണ്. അവിടെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് മ്യൂ മൈനസ് 1 × 1/R1 മൈനസ് 1/R2. അപ്പോൾ നമുക്ക് അവിടുത്തെ സൈൻ കൺവെൻഷനെ കുറിച്ച് വളരെ വ്യക്തതയോടെയുള്ള അറിവുണ്ടായിരിക്കണമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് ലൈറ്റ് വരുന്നത് ഈ വഴിയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും R1 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് ദിസ് വൺ ദാറ്റ് ഈസ് R2. ദാറ്റ് ഈസ് R2വിനെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരൊറ്റ വാല്യൂ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് മ്യൂ മൈനസ് 1 × is 1/R minus minus, so 1/R. So 1/F take the value as 2 into mu minus 1 division by R. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ പവറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെല്ലാം മീറ്ററിലായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കാം. സോ 10 diopter is equal to 2 into mu minus 1 division by R. R എന്ന് പറയുന്നത് റേഡിയസ് കർവേച്ചർ 10 cm ആണ്. സോ 0.1. So 2 into mu minus 1 is equal to 1. So that is equal to mu minus 1 is equal to 1/2. So mu take the value as is equal to 1 plus 1/2. So that is equal to 3/2. So we get the answer as the fourth choice. So simple ആയിട്ട് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. 172. An intrinsic semiconductor is converted into n-type extrinsic semiconductor by doping with സാധാരണ രൂപത്തിലെ pentavalent impurities ആണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. So we can code the answer as the first one. And see the question number 173. A barometer is constructed using liquid. What should be the height of the liquid column when a mercury barometer reads 76 cm? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ മെർക്കുറിയിൽ 76 cm ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് എന്തായിട്ടാണ് അതിനെ അളന്നെടുക്കുന്നത്? അപ്പോൾ നമുക്ക് പ്രഷർ ഫോർ ദ രണ്ട് ലിക്വിഡ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ HL റോയൽ G എന്ന് പറയുന്നത് മെർക്കുറിയുടെ കൺസെപ്റ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ജി ക്യാൻസൽ ആയാൽ നമുക്ക് വേണ്ട ലിക്വിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H mercury റോ mercury the division by the density of the liquid. H mercury എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി എന്ന് പറയുന്നത് 13.6 into 10 to the power of 3 by the density of the liquid. It is given as a 760. So നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ see here the 76 cancel. Here it is 10 is there, 10 raised to minus 3 cancel. So we get the answer as 13.6 meter.
See the 174. A wire of length L meter carrying a current of I ampere is bent in the form of a circle. Its magnetic moment is. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് I into A. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം I into ഏരിയ എന്ന് പറയുന്നത് R റേഡിയസ് ആണെങ്കിൽ സിമ്പിളായിട്ട് R സ്ക്വയർ എന്ന് നമുക്ക് പറയാം. പക്ഷേ ആൻസേഴ്സ് ലെങ്ത്തിലാണ് വരുന്നത് കൊണ്ട് നമുക്കറിയാം L എന്ന് പറയുന്ന അവൻ്റെ ലെങ്ത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് 2πr. സോ നമുക്ക് ആറിന് പകരം L ഡിവിഷൻ ബൈ 2π എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is equal to I into pi into L square, that division by is a 4π square. So ഒരു pi cancel out. So that is equal to I into L square, that division by 4π. So I L square by 4π. And unit കൂടെ ഓർക്കണമേ I into A വരുന്നത് കൊണ്ട് തന്നെ ampere meter square. So we can got the answer as the fourth choice. Number 175, we are waiting a good question. A parallel plate capacitor having cross-sectional area A and separation D has air in between the plates. അപ്പോൾ നമുക്കതിനെ C0 എന്ന് എടുത്താൽ സിമ്പിളായിട്ട് എഴുതാം ε0 A by D. Now an insulating slab of the same area but thickness D by 2, ഇപ്പോൾ ഒരു പകുതി തിക്നെസ്സിലേക്ക് K എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ന്യൂ കപ്പാസിറ്റൻസ് ടു ദ ഒറിജിനൽ കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഉറപ്പായിട്ടും ചാർജ് ഫ്ലോയ്ക്ക് എന്ന് പറയുന്നത് ഇത് രണ്ട് കപ്പാസിറ്റേഴ്സ് ആയിട്ട് എടുത്താൽ സീരീസ് കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ D/2 തിക്നെസ് ഉള്ള എയർ എന്ന് പറയുന്ന മീഡിയം ഉള്ളതും രണ്ടാമത്തേത് D/2 തിക്നെസ് ഉള്ള K റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മറ്റൊരെണ്ണം. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും അതിൻ്റെ എഫക്റ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ C1 + C2 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ C1 എന്താണ്? C1 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മീഡിയം എയറാണ്. ഏരിയ രണ്ടിലും നേരത്തെ പറഞ്ഞ A തന്നെയാണ്. ഇവിടുത്തെ സെപ്പറേഷൻ D/2 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C1 എന്ന് പറയുന്നത് ε0 A by D/2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് K ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? സോ K into, സോ ദാറ്റ് ഈസ് ε0 A, ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ അഗൈൻ D/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം രണ്ടിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് D/ε0 A നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ സോ 1/, സോ 1/2 പ്ലസ് 1/, കെയുടെ വാല്യൂ നമുക്കിവിടെ 4 എന്നാണ്. 4 into 2 as 8. So that is equal to D/2 into ε0 A into 1 plus 1/4. So that is 4 plus 1, 5/4. So 5/8. 5/8 into D division by ε0 A. അപ്പോൾ നമുക്ക് C ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ε0 A by D. എയറിലെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് ε0 A by D. ഡിവൈഡ് ചെയ്താൽ C ഡാഷ് ബൈ C0 എന്ന് പറയുന്നത് യെസ് വി ഗെറ്റ് ദ വാല്യൂ ആസ് ദ C ഡാഷ് ഈസ് 8/5. സോ 8/5/1. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 2. So we can move with the 176. What is the depth at which the value of acceleration due to gravity becomes 1/n times the value that at the surface of Earth? ഡെപ്തിലെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം ആസ് G ഡാഷ് ഇസ് ഈക്വൽ ടു G into 1 minus that depth division by radius. അപ്പോൾ ഇവിടെ G ഡാഷ് എന്ന് പറയുന്നത് സർഫസിലെ വാല്യൂമായിട്ട് G/n ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സോ G അവിടെ ക്യാൻസലായി. സോ 1/n എന്ന് പറയുന്നത് 1 മൈനസ് D/r. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ D/r ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/n. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു n മൈനസ് 1/n. സോ വി ഗെറ്റ് ദ ഡെപ്ത് ഇസ് ഈക്വൽ ടു r into n minus 1, that division by n.
So we get the second choice as the answer. Number 177. The time intervals measured by a clock give the following readings. What is the percentage relative error of the observations? അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓരോ ഒബ്സർവേഷൻ്റെയും നമ്മളുടെ മീൻ വാല്യൂ ടോട്ടലായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ 1.25 പ്ലസ് 1.24 പ്ലസ് 1.27 പ്ലസ് 1.21 plus 1.28, that division by, so that is division by the 5, so we get the value as 1.257. എന്നിട്ട് നമുക്ക് ഓരോന്നിൻ്റെ അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ഡെൽറ്റ A1. ഇപ്പോൾ ഡെൽറ്റ A1 എന്ന് പറയുമ്പോൾ 1.25 മൈനസ് 1.25, സോ ഇറ്റ് ബിക്കം 0. 1.25 minus 1.21, it becomes 0.01. അതേപോലെ അടുത്ത വാല്യൂ 1.25 minus 1.27, അപ്പോൾ അവിടെ 0.02 വിത്ത് എ മൈനസ് സൈൻ, പക്ഷെ നമുക്ക് മോഡലസ് എടുത്താൽ മതി. 0.02. ദ നെക്സ്റ്റ് വൺ 1.21 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് 0.04. ദെൻ 1.28 എടുക്കുമ്പോൾ നമുക്ക് മൈനസ് വാല്യൂ കിട്ടും, പക്ഷെ നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. ദാറ്റ് ഡിവിഷൻ ബൈ 5. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് വി ഗെറ്റ് അത് 0.1/5. സോ നമുക്ക് വേണ്ടത് ഡെൽറ്റ A ബാർ. സോ പെർസെൻറ്റേജ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ A ബാർ എന്ന് പറയുന്നത് 0.1/5 ആണ്. A ബാർ എന്ന് പറയുന്നത് 1.25 ആണ് ഇൻറ്റു 100%. സോ 0.1, സോ 10, സോ 2/1.25. So that much percentage. So you get the value as 1.6% as 4 as the answer. Simple ആയിട്ടുള്ള question. Number 178. 3 identical spheres, each of mass m, are placed at the corners of a right angle triangle with the mutually perpendicular sides equal to 2 meter. Taking the point of intersection of two mutually perpendicular sides as the origin, find the position vector of the center of mass. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ്, ഇത് ക്യാപിറ്റൽ M ആണ്, ഇത് ക്യാപിറ്റൽ M ആണ്, ഇത് ക്യാപിറ്റൽ 3 മാസമായിട്ട് എടുക്കാം. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ എമ്മിന് നമുക്ക് ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് അവർ x1 y1. രണ്ടാമത്തെ മാസ് M ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 y2 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം 20. ആൻഡ് മൂന്നാമത്തതെന്ന് പറയുന്നത് x3 y3 ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 02 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമ്മുടെ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3, ദ ഡിവിഷൻ ബൈ m1 പ്ലസ് m2 പ്ലസ് m3. So that is equal to em into 0 plus em into x2 as 2 plus m into 0, that division by 3m. So we get the answer as 2/3. അതേപോലെ y സെൻറ്റർ ഓഫ് മാസ് എടുത്താൽ m1 y1 0 ആണ്, m2 m ആണ്, y2 എന്ന് പറയുന്നത് 0 ആണ്, m into y3 എന്ന് പറയുന്നത് 2 ആണ്. ദ ഡിവിഷൻ ബൈ വീണ്ടും m1 plus m2 plus m3. So you get the value as 2/3. See, we need to find what is the coordinate. So നമുക്കറിയാം the position vector of the center of mass എന്ന് പറയുന്നത് x cmi plus y cmj. So that is equal to 2/3i plus 2/3j. So we get the answer as the third choice. We can move with the 179. The equivalent resistance between A and B for the mesh. അപ്പോൾ നമുക്ക് അറിയാം ദാറ്റ് ഈസ് എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വി ആർ വിത്ത് 1 ohm. പിന്നെ ഒരു 6 ohm ഈസ് ദേ. ആ 6 ohമിൻ്റെ മുകളിലേക്ക് ഒരു 2 റെസിസ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് 8 plus 4 and this one is 8 ohm. So that is a 4. ഇവിടെ 8 plus 4 as 12 and 6.
രണ്ട് പാരലാണ്. 12 plus 6 as 18 as 3 and you carry the value as 4. അപ്പോൾ സോ നമുക്കിവിടെ മിഡിലുള്ളതിന് 4 ohm ആയിട്ട് കൊടുക്കാം. then again 8 ohm. so വീണ്ടും 4 4 they are series as 8 and 8 they are again series, and hence we get the value as 16 ohm, as we get the answer as second option. 180. A good question is waiting. Calculate the acceleration of the block and trolley system, the shown in figure. The coefficient of kinetic friction between the trolley and the surface is 0.05. Mass of the string is negligible. അപ്പോൾ നമ്മുടെ ഈ ട്രോളിയുടെ കിലോഗ്രാം ബ്ലോക്കിൻ്റെ അതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം ദേ ആർ മൂവിങ് വിത്ത് എ കോമൺ ആക്സിലറേഷൻ. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ട്രോളിക്ക് ഇവിടെ ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. ആ ഒരു കാര്യം ഓർക്കാം. ദെൻ ദ ബ്ലോക്ക് ഈസ് കമ്മിങ് ഡൗൺവേർഡ്. സോ ദാറ്റ് is 2 kilogram ഈസ് കമ്മിങ്. അതിന് നമുക്ക് M1 ഒന്ന് കൊടുക്കാം. ഇവൻ്റെ മാസ് M2 ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവൻ്റെ മാസ് 2 kilogram ആണ് അല്ലേ. അപ്പോൾ താപ്പോട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2g ആയിട്ട് എടുക്കാം. മേപ്പോട്ട് ആരുണ്ട്? നമ്മുടെ ടെൻഷൻ ഉണ്ട്. പക്ഷേ ദേ ആർ മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. വി ക്യാൻ റൈറ്റ് ആസ് 2 into a. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രോളി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഫ്രിക്ഷണൽ കൺസെപ്റ്റ്. സോ അവിടുത്തെ ഫ്രിക്ഷൻ എത്രയാണ്? അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂ ടൈംസ് ഓഫ് അതിൻ്റെ റിയാക്ഷൻ ആയിട്ട് നമുക്കറിയാം. മ്യൂ എന്ന് പറയുന്നത് 0.05 എന്നാണ് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ വെയിറ്റ് ആയിട്ടാണ് നമുക്ക് പറയേണ്ടത്. M/G ആണ്. സോ 10 into 10 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലി 5 Newton. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ റിലേഷൻ എഴുതുമ്പോൾ T ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഫ്രിക്ഷൻ. സോ T മൈനസ് ദാറ്റ് ഫ്രിക്ഷൻ 5 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 10 into ദാറ്റ് ആക്സിലറേഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ 20 minus 5 എന്ന് പറയുന്നത് 15 ആയിട്ട് നമുക്ക് എടുക്കാം. So that is equal to 12 into A. So we need to find what is A. So that is equal to 15 by 12. So 3 എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ we get the value as 5/4. So that is equal to 1.25 meter per second square. So dear students, വളരെ കൃത്യതയോടെ ഓരോ ചാപ്റ്ററിൻ്റെയും തിയറി പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് 100% ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എളുപ്പ ക്വസ്റ്റ്യനുകളാണ് നീറ്റ് 2020 ഫേസ് 1-ലും 2-ലും ചോദിച്ചിരിക്കുന്നത് എന്ന് കുട്ടികൾ ഓർക്കുക. 2017 2018 19 20 2017 മുതൽ 20 വരെയുള്ള നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ തന്നെ ലഭ്യമാണ്. സോ പ്ലീസ് യൂസ് ഇറ്റ്. Take care. God bless you.